ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയും പിന്നെ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ഒരു 3-4 ദിവസം മുമ്പ് ഒരു കടലക്കറിയും പിന്നെ പച്ചരി നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് പുട്ടും കൂടിയിട്ട് ചെയ്യണ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടുണ്ടാക്കിയിട്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്ന്. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടുണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു എന്ന്. അത് ചിലപ്പോൾ നിങ്ങൾ എടുക്കണ അരിയുടെ കുഴപ്പമായിരിക്കും കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ചില അരി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവാത്തതായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീക്കെൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്ക്, പച്ചക്കറി തോട്ടം കോഴിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പേര് നമ്മുടെ ആസ്പിനെ അന്വേഷിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ്പിനെ ഇവിടെ ഇല്ല, നീയ പോയപ്പോൾ നീയ പഠിക്കണോടത്തേക്ക് കൊണ്ടുപോയിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ്പിനോട് പോയിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ച ആവാറായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഫോണിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണാറുണ്ട്. ആളവിടെ നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം വൈകാണ്ട് തന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ വരുമ്പോൾ ഞാൻ അവനെ കാണിക്കാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കാണിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കറിയും പുട്ടും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ആ ചെറുപയർ ഞാനിവിടെ ഓൾറെഡി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചെറുപയറാണ് എടുത്തത്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 200 ഗ്രാം ചെറുപയറുണ്ടാവും കേട്ടോ. ഇനി ഇത് ഫസ്റ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം മതിയാവും. ഇതിലേക്ക് നമുക്കൊരു സെപ്പറേറ്റ് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വയ്ക്കാം. ഈ പാത്രത്തിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേക്കണ പയറിടാം. പിന്നെ എൻ്റെ ഇതിന് മുമ്പ് ഇതേപോലെ തന്നെ നമ്മൾ പയർ വേവിക്കുന്ന വീഡിയോയിൽ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അലുമിനിയത്തിൻ്റെ കുക്കർ ഉപയോഗിക്കുന്നത്. എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ കുക്കർ ഒരു 3 ഉണ്ടായിരുന്നു. അടുപ്പിച്ച് 3 കേട് വന്നു. ഇപ്പോൾ നാട്ടിൽ പോകാതെ തന്നെ ഇങ്ങനെ വാങ്ങിക്കാണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഓൺലൈൻ വഴി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, നോക്കണം. ഇനി അപ്പോൾ ഇത് ഇവിടെ അലുമിനിയത്തിൻ്റെ, ഇത് ഞാൻ ഇവിടെ തന്നെ വാങ്ങിച്ചതാണ്. പക്ഷേ എൻ്റെ സ്റ്റീലിൻ്റെ കുക്കറെല്ലാം കേടുപോകും. നാട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കിയിട്ട് എടുക്കാം. ഇവിടെ പിന്നെ ഞാൻ കാട്ടിക്കളഞ്ഞു 3. നമ്മൾ ഈ പയർ ഇട്ടേക്കണ ആ പാത്രത്തിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. നമ്മൾ കുക്കറിലും കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ പയർ വെക്കണ ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്കും കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കണ്ട, 1 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ചെറുപയർ ഫസ്റ്റ് വേവിച്ചിട്ട് എടുക്കുക. അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയേക്കണ ചെറുപയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ സാധാരണ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ തീ നന്നായിട്ട് കുറച്ചിട്ട് വിസിൽ പോകാത്ത തരത്തിൽ ഒരു 7-8 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അതിൻ്റെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവൻ പോയി കഴിയുമ്പോൾ കുക്കർ തുറക്കാം. അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുക. സാധാരണ ചിലപ്പോൾ നിങ്ങളിങ്ങനെ കുറേ വിസിലടിച്ചിട്ടായിരിക്കും പെട്ടെന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ വേവിച്ചിട്ട് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ ചെറിയ തീയിലിരുന്ന് വെന്ത് വരുമ്പോൾ അത് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ എന്ത് പയറുവർഗ്ഗങ്ങളായിരുന്നാലും നിങ്ങൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ അതേപോലെ വേവിച്ചിട്ട് എടുക്കുക. തിരക്കില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിസിലടുപ്പിച്ചിട്ട് നിങ്ങൾ റെഡിയാക്കിയിട്ട് എടുക്കുമല്ലോ. അല്ലെങ്കിൽ സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു ചെറിയ തീയിൽ വെക്കാം. അപ്പോൾ അതിങ്ങനെ ഇരുന്നിട്ട് മയത്തിലിങ്ങനെ വെന്ത് വരും. അപ്പോൾ നമുക്ക് തീ ഉണക്കാം. അപ്പോൾ നമ്മുടെ പയർ വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സവോള എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സവോളയാണ്, അതുകൊണ്ടാണ് 2 എടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ സവോള നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ വെളുത്തുള്ളി, അത്രയ്ക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെറിയ വെളുത്തുള്ളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കുക. നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലിങ്ങനെ ചീറി വരുന്നുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് വിസിലടിക്കാത്ത കുക്കർ, ഇങ്ങനെ ചീറി നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ വിസിൽ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കും. അപ്പോൾ അത് വെന്ത് കിട്ടും. പിന്നെ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തക്കാളി. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളക് പൊടിയും വേണം. പിന്നെ ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കും, കറിവേപ്പിലിടും, കുറച്ച് ചെറിയ ജീരകം ചേർക്കും. അത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ പയർ അവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിരുന്നാലും ചതച്ചിട്ട് ചേർക്കണ്ട കേട്ടോ. നല്ല ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി നമുക്ക് സവോള കട്ട് ചെയ്യാം. സവോള സെപ്പറേറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ.
കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചേർക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു 1.5 സവോളയായിട്ട് എടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് എടുക്കണില്ല, ഇതിൻ്റെ പകുതി എടുക്കണില്ല, ഇത്രയ്ക്ക് മതി നമുക്ക്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മുടെ കറിയിലേക്ക് മല്ലിപ്പൊടി വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ മല്ലിപ്പൊടി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് മല്ലി എങ്ങനെ പൊടിച്ചിട്ട് എടുക്കണമെന്ന്. ഞാൻ സാധാരണ മല്ലി പൊടിച്ചിട്ട് എടുക്കണത് മല്ലി കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി എടുത്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് പൊടിക്കുക ചെയ്യുന്നത്. അപ്പോൾ പൊടിക്കാൻ പോണതിന് മുമ്പ് ചൂടാക്കാറുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്. ചൂടൊന്നും ആക്കാറൊന്നുമില്ല. എനിക്ക് മല്ലി അങ്ങനെ ചൂടാക്കിയിട്ട് പൊടിക്കുന്നതിനേക്കാളും ഇഷ്ടം ചൂടാക്കാണ്ട് പൊടിക്കുന്നത്. അങ്ങനെ പൊടിക്കുമ്പോഴായിരിക്കും ആ മല്ലിയുടെ ശരിക്കുള്ള മണം ഉണ്ടാവുക. ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ മല്ലിയുടെ മണം പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അതാ മല്ലി വെറുതെ മിക്സിയുടെ ചെറിയ ജാറിലിടുക, ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. മല്ലിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇതേപോലെ മിക്സിയുടെ ജാറിൽ മഞ്ഞൾ ഇട്ടിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ മിക്സിയുടെ ബ്ലേഡ് പോയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, മഞ്ഞൾ മിക്സിയിൽ ഇട്ടിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞൾ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടാണല്ലോ ഇരിക്കുന്നത്. അത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരലാണ് പതിവ്. മല്ലി അവിടെ മല്ലി ഞാൻ സാധാരണ വീട്ടിൽ പൊടിച്ചിട്ട് എടുക്കലാണ് പതിവ്. ഇങ്ങനെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ പയർ നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഒരുപാട് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കുഴഞ്ഞു പോവുകയും ചെയ്യില്ല. അതാ നിങ്ങൾ കുക്കർ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പയർ വർഗ്ഗങ്ങളൊക്കെ വേവിച്ചിട്ട് എടുക്കുമ്പോൾ, പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പരിപ്പൊക്കെ ആയിരുന്നാലും നിങ്ങൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ കുക്കറിൽ നേരിട്ടിടാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു പാത്രം വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടും വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യില്ല. പിന്നെ നമ്മൾ ഈ പയർ വെച്ചിട്ടാണല്ലോ നമ്മൾ സുഖിയൻ ഉണ്ടാക്കുന്നത്. സുഖിയൻ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും പയർ ഇതേപോലെ വേവിച്ചിട്ട് എടുക്കുക. സുഖിയൻ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പയർ വേവിക്കണ പാത്രത്തിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. സുഖിയനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണ്ട, ജസ്റ്റ് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേവിച്ചിട്ടിടുക. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ വെന്ത് കുഴഞ്ഞു പോകുമെന്ന് പേടിക്കുകയും വേണ്ട, വെള്ളമൊന്നും അതിനകത്തേക്ക് കയറില്ലല്ലോ. അങ്ങനെ സുഖിയൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ഈസി ആയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് അതേപോലെ സുഖിയൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്മുടെ പയർ കറി നമുക്ക് ഇനി റെഡിയാക്കാം. കുക്കറിലായിരുന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്ക് നല്ല കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടിയാണ്. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണ കേട്ടോ. ഇന്നലെ ഇവിടെ ഈ വെളിച്ചെണ്ണ വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഇന്ന് കുറച്ച് തണുപ്പുണ്ട് പുറത്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കാം. കടുകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. നിങ്ങൾക്ക് വളരെ കുറച്ച് മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ടെ. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് വറ്റമുളക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് ചേർക്കാം. എൻ്റെ അടുത്ത് ഒരു ഉണ്ടമുളകുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർക്കാം. ഫസ്റ്റ് അത് ചേർക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് സവോളയൊക്കെ ചേർക്കാൻ മതി. അല്ലെങ്കിൽ സവോളയുടെ ഉള്ള വെള്ളം കൊണ്ട് നമുക്ക് ഇത് ശരിക്കും മുരിഞ്ഞ് കിട്ടില്ല. ഇത് നന്നായിട്ട് മുരിയണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ സാധാരണ ഈ ഇഞ്ചി പച്ചയ്ക്ക് കടിക്കുമ്പോൾ അത് നമുക്ക് അതിൻ്റെ പച്ച ടേസ്റ്റ് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഇതിങ്ങനെ മുരിക്കുക. അത് കഴിഞ്ഞിട്ട് സവോള ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് വേണം സവോള ചേർക്കാൻ വേണ്ടിയിട്ട്. മുളകും സവോളയും കറിവേപ്പിലയും. ഈ സവോളയുടെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഇരിക്കാണല്ലോ. ഇനി അത് കരിയില്ല കേട്ടോ. ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. സവോള മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇത്രയ്ക്കാണ് ചേർക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ.
ഈ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അത് കഴിഞ്ഞിട്ട് വേണം മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിയണം, അല്ലെങ്കിൽ ഈ മഞ്ഞളുടെ ഒരു പച്ച കുത്തുണ്ടാവും. മസാലപ്പൊടികളിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയാണല്ലോ. പക്ഷേ ഈ മഞ്ഞൾപ്പൊടിക്ക് ആയിരിക്കും കുത്തു കൂടുതൽ, പച്ച ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മൊരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കും. മുളക് പൊടി ലാസ്റ്റ് ചേർക്കുക, കാരണം മുളക് പൊടി പെട്ടെന്ന് കരിയും. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ച് വെച്ചത് ഇതാ നോക്കിക്കേ, തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് മല്ലിയുടെ. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഒരു 1.25 ടേബിൾ സ്പൂൺ ചേർക്കാം. ഈ മല്ലിപ്പൊടി നന്നായിട്ട് മൊരിയണം. അപ്പോൾ ഇതൊക്കെ മൊരിഞ്ഞ് വരാനുള്ള ഓയിൽ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്നും മൊരിയില്ല, അതൊക്കെ കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാൻ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം നമ്മൾ പലരും എടുക്കണ മുളക് പൊടിക്ക് എരിവിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കാം. മസാലപ്പൊടികളൊക്കെ കരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കൈപ്പാസം വരും. ഇതിലേക്ക് നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചിട്ടില്ല, തക്കാളിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഞാനിവിടെ സെപ്പറേറ്റ് മൂടി വെച്ചിട്ട് തക്കാളി വേവിക്കണില്ല കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ വേവിക്കാറില്ല. എനിക്ക് ഇനി നമ്മളെ വേവിച്ച് വെച്ചേക്കണ പയറില്ല, പയറും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് എടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ തക്കാളിയുടെ ഒരു പുളിയൊക്കെ നമ്മുടെ പയറിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ പയർ ചേർക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് കുറച്ച് ചാറ് വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ചൂടുള്ളതാണ് ഒഴിക്കുന്നത്. എന്തായാലും വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത്രയ്ക്ക് പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് വെന്ത് വന്നോളും. സെപ്പറേറ്റ് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. മൂടി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. കറി ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പയർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ ഗോതമ്പ് പുട്ടും കൂടിയിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അടുത്തത് ഗോതമ്പ് പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ് നമ്മൾ പൊടി ഒന്ന് കറക്കിയിട്ട് എടുക്കേണ്ടത്. കൈ വെച്ചിട്ട് നമ്മൾ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതെന്തോരം ഗോതമ്പ് പൊടിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി എടുക്കുക. ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പൊടി ചേർക്കുക. ഒരുമിച്ച് ഒറ്റയടിക്ക് കുറേ പൊടി ചേർക്കരുത്. ഇത് വലിയൊരു സ്പൂണാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒറ്റയടിക്ക് കുറേ വെള്ളം ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇനി നമുക്കിതൊന്ന് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കിക്കുക വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ വെള്ളത്തിൽ നമ്മുടെ പൊടി നമുക്ക് നനഞ്ഞു കിട്ടില്ല. അപ്പോൾ അതൊന്ന് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അങ്ങനെ പൊടി നമുക്കിങ്ങനെ കറക്കിയിട്ട് അങ്ങനെ നനച്ചെടുക്കുക. അപ്പോൾ പൊടി ഇങ്ങനെ ഒട്ടും കുഴഞ്ഞു പോകാണ്ട് നമുക്ക് നനഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മുടെ കൈയൊന്നും വെച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. ഞാനിതൊന്ന് കറക്കിയെടുക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആവണം, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഞാൻ നോക്കിക്കേ, ഇപ്പം ഞാൻ കറക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ നോക്കിക്കേ ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെങ്ങാനും കറക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ വെള്ളം കൂടണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പൊടിക്ക് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കട്ട പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക. കുറേ വെള്ളം വന്നിട്ട് ഇതിങ്ങനെ ഒരു പശ പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ പൊടി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് വരില്ല കേട്ടോ. ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത വെള്ളം കൂടുതലാണ്, അധികം വെള്ളം കൂടിയിട്ടില്ല. ഒരു പൊടിക്ക് വെള്ളം കൂടിയിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കുക. അങ്ങനെ ഒറ്റയടിക്ക് വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിക്ക് ഒരു പശ പോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര ഇട്ട് കറക്കിയാലും പിന്നെ അത് നമുക്ക് ആ പൊടിയുടെ പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെ പൊടിയുടെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് കറക്കിയിട്ടെടുക്കുക. അത് നോക്കിക്കേ, രണ്ടാമത് നമ്മളൊന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞിട്ട് കറക്കിയിട്ട് കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ട
ഈ പുട്ടിൻ്റെ പൊടിയുടെ ഒരു നനവ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കയ്യിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ കൂടിയിരിക്കണം. ഇതാണ് ശരിക്കുള്ള പുട്ടിൻ്റെ നനവെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഒറ്റ ട്രിപ്പിൽ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ എന്താ പറയുക, നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഇങ്ങനെ ഒരു പച്ച പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ പൊടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിട്ട് വരില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുക, കുറേശ്ശെ പൊടിയിടുക, എന്നിട്ട് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കറക്കിയപ്പോൾ ഒരു പൊടിക്ക് വെള്ളം കൂടുതൽ നിങ്ങൾ കാണിച്ചു തന്നില്ലേ, അങ്ങനെ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പൊടിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് ഒന്ന് തിരിപ്പിച്ചിട്ട് ഇടേണ്ട വരും കേട്ടോ, ഒരു സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ടുണ്ടാക്കാനുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൊടിയൊന്ന് വറുത്തിട്ട് എടുക്കുക. ഇത് ഞാനിവിടെ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയാണ്. അങ്ങനെ വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ പുട്ടിന് കുറച്ചും കൂടി നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. ഇതാ, അപ്പോൾ നിങ്ങൾ പൊടി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് നോക്കാം. ഇങ്ങനെ പിടിക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുട്ട് പൊടിഞ്ഞു പോവും. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് പുട്ടും കുറ്റിയിലേക്ക് നമുക്ക് തേങ്ങയിടാം. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആരെയും പഠിപ്പിച്ചതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ഗോതമ്പ് പുട്ടൊക്കെ ആകുമ്പോൾ പിന്നെ തേങ്ങ കുറച്ച് കൂടുതലിടാം. അപ്പോൾ വെറുതെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവി നന്നായിട്ട് വരുമ്പോൾ തന്നെ നിങ്ങളിത് എടുക്കരുത് കേട്ടോ. ഗോതമ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ട്. നന്നായിട്ട് ആവി വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ആവി വരണം, എന്നിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുട്ടും കുറ്റിന്ന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ആവി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യരുത് കേട്ടോ. ഇത് പിന്നെ പ്രത്യേകിച്ച് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ടാവും. ആവി നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റെങ്കിലും ആവി നന്നായിട്ട് വരണം, എന്നിട്ട് എടുത്താൽ മതിട്ടോ. അല്ലെങ്കിൽ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എടുക്കട്ടെ. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ടും ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂടിയിട്ടാണ് കുഴച്ചിട്ട് കഴിക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഗോതമ്പിൻ്റെ പൊടി നിങ്ങൾ നനച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സിയിൽ ഇട്ടിട്ട് കറക്കിയിട്ട് എടുക്കുമ്പോൾ കുറേശ്ശെ പൊടിയും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് കറക്കി ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. കുറേ നേരിട്ട് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കറക്കിയിട്ട് എടുക്കുക. പിന്നെ പൊടിക്കായിരുന്നാലും അത്യാവശ്യം നല്ല നനവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ പുട്ട് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. നനവ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ കുത്തിയിരിക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ അങ്ങനെ പറയുക അത്യാവശ്യം വലിയ കട്ട പോലെ ഇങ്ങനെ ഇരിക്കും. അത്രയ്ക്ക് തന്നെ സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.